ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിംഗിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും തിങ്കളാഴ്ച അർദ്ധരാത്രി വരെ ബെയ്ജിംഗിലുണ്ടായ പേമാരിയിലും മഴയിലും 30 പേർ മരിച്ചതായി മുനിസിപ്പൽ കാര്യ നഗര നിയന്ത്രണ വിഭാഗം മേധാവി സിൻഹുവ പറഞ്ഞു. വാരാന്ത്യത്തിൽ ആരംഭിച്ച പേമാരി തിങ്കളാഴ്ച ചൈനീസ് തലസ്ഥാനത്തും പരിസര പ്രദേശങ്ങളിലും ശക്തമായിരുന്നു. ബെയ്ജിംഗിന്റെ വടക്കൻ ജില്ലകളിൽ 543 മില്ലിമീറ്റർ വരെ മഴ പെയ്തതായി സിൻഹുവ അറിയിച്ചു. വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളിൽ നിന്ന് 136 ഗ്രാമങ്ങളിൽ നിന്ന് 80,000-ലധികം താമസക്കാരെ അധികൃതർ മാറ്റിപ്പാർപ്പിച്ചതായും രാജ്യത്തെ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. വൈദ്യുതി ബന്ധം താറുമാറാവുകയും നിരവധി റോഡുകൾ ഒഴുകിപ്പോയതായും റിപ്പോർട്ടിലുണ്ട്. ചൊവ്വാഴ്ച ബെയ്ജിംഗിൽ ഏറ്റവും ശക്തമായ മഴ പ്രതീക്ഷിക്കാമെന്നും ചില പ്രദേശങ്ങളിൽ 300 മില്ലിമീറ്റർ വരെ മഴ പെയ്യാമെന്നും കാലാവസ്ഥാ വിഭാഗം പ്രവചിച്ചിരുന്നു. ബെയ്ജിംഗിലെ മിയൂൺ ജില്ലയിലെ ഒരു റിസർവോയറിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ അധികൃതർ ഉത്തരവിട്ടു. 1959-ൽ നിർമ്മിച്ചതിനു ശേഷം ഇതിലെ ജലനിരപ്പ് ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു. നദികളിലെ ജലനിരപ്പ് ഉയരുകയും കനത്ത മഴ പ്രവചിക്കുകയും ചെയ്തതിനാൽ നദികളുടെ സമീപത്തേക്ക് പോകാതിരിക്കാൻ പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്.